പൗരാണിക സംസ്കാരങ്ങളുടെ വിളനിലം, മന്നാൻ ആദിവാസി ഗോത്രത്തിൻ്റെ ഈറ്റില്ലം, പശ്ചിമഘട്ട മലനിരകൾക്കിടയിൽ കണ്ണുകൾക്ക് വിസ്മയം പകരുന്ന അതിസുന്ദരി അഞ്ചുരുളി. 1972 ജനുവരി 26 രൂപം കൊണ്ട ഇടുക്കിക്ക് ചേര രാജാക്കന്മാരുടെ രാജപ്രൗഢിയുടെ മുതൽ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിന് വരെ കഥ പറയാനുണ്ട്. വടക്ക് നീലക്കുറിഞ്ഞു പോകുന്ന ആനമുടിക്കും തെക്ക് പെരിയാർ ദേശീയ ഉദ്യാനത്തിനുമിടയിൽ ഇടുക്കി സ്ഥിതി ചെയ്യുന്നു. എന്നും സഞ്ചാരികളുടെ സ്വർഗമാണ് ഇടുക്കി. ആ സ്വർഗത്തിലെ ദേവസുന്ദരിയാണ് അഞ്ചുരുളി. തടാകത്തിനു നടുവിൽ ഉരുളി കമഴ്ത്തിയതുപോലെ 5 കുന്നുകൾ കാണാനാവുന്നതുകൊണ്ടാണ് അഞ്ചുരുളി എന്ന പേരു വന്നത്. 1974 ജനുവരി 10 അക്കാലത്തെ പ്രമുഖ കോൺട്രാക്ടറായിരുന്ന പൈലിപ്പിള്ളയുടെ നേതൃത്വത്തിൽ തുരങ്ക നിർമ്മാണം ആരംഭിച്ചു. ഇരട്ടയാർ അണക്കെട്ടിൽ നിന്നും ഇടുക്കി ജലസംഭരണിയിലേക്ക് വെള്ളം എത്തിക്കുക എന്നതായിരുന്നു അഞ്ചുരുളി തുരങ്ക നിർമ്മാണം കൊണ്ടുള്ള ആവശ്യം. ബൃഹത്തായ മറ്റ് ഏത് നിർമ്മിതിക്കും എന്നതുപോലെ തന്നെ കല്യാണത്തണ്ടുമലയുടെ ഹൃദയഭാഗത്തൂടെ നീളുന്ന ഈ തുരങ്കത്തിനും പറയാനുണ്ട് നിരവധി ജീവനുകൾ പൊലിഞ്ഞ കഥ. നിർമ്മാണ സമയത്ത് 22ഓളം തൊഴിലാളികൾക്ക് തങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടതായാണ് കണക്കുകൾ. നീണ്ട 6 വർഷത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊടുവിൽ 1980 ജനുവരി 10 അഞ്ചുരുളി തുരങ്കം യാഥാർത്ഥ്യമായി. തുരങ്ക നിർമ്മാണ സമയത്തു മാത്രമല്ല, ഇന്നും നിരവധി ജീവനുകൾ അഞ്ചുരുളിയിൽ നഷ്ടപ്പെടുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന അഞ്ചുരുളിയിലാണ്. അഞ്ചുരുളി ആ ടണലിൻ്റെ അകത്താണ്. മഴ പെയ്ത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വളരെ ഡേഞ്ചറാണ്. ആളുകൾ ഇറങ്ങരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആളുകൾ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഒരുപാട് അപകടങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ അപകടങ്ങളുടെ ബോർഡ് വെച്ച് അത് കണ്ടതിന് ശേഷമാണെങ്കിലും ഇതിലെ ആളുകൾ ഇറങ്ങുന്നുണ്ട്. ഈ ടണലിനുള്ളിലൂടെ നടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ആ കൈവരികളെല്ലാം വളരെ ഡേഞ്ചർ. അവിടെ നിന്ന് ആളുകൾ സെൽഫി എടുക്കുന്നുണ്ട്. ആ അവിടുത്തെ എല്ലാം പോയി. ഒരു പ്രൊട്ടക്ഷന് വേണ്ടി വെച്ചേക്കുന്ന ആ കമ്പിവേലി എല്ലാം അവിടുന്ന് പോയി. ഈ വെള്ളത്തിൻ്റെ ഫോഴ്സ് മൂലം അത് നശിച്ചു പോയതാണ്. പിന്നെ ആളുകൾ ഇറങ്ങരുതെന്ന് ഇറങ്ങുന്നു. ഇവിടെയൊക്കെ നല്ല തെന്നലാണ്. തെന്നലിൻ്റെ ഒരുപാട് പേര് വീഴുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 2 പേർ അതിൻ്റെ മേളിൽ നിന്ന് 2 ചേച്ചിമാർ ആ മേളത്തെ സ്റ്റെപ്പിൽ ആ കരിങ്കലിൻ്റെ മണ്ടയിൽ നിന്ന് താഴേക്ക് വീണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അഞ്ചുരുളിയുടെ വിനോദസഞ്ചാര മേഖലയിൽ വേണ്ടത്ര വികസനം കൊണ്ടുവരാത്തതിൽ നാട്ടുകാരും സഞ്ചാരികളും ഒന്നുപോലെ പരാതിപ്പെടുന്നു. ഇവിടെ വികസനങ്ങളൊന്നും നടക്കുക. പട്ടയുള്ള സ്ഥലമാണെങ്കിൽ വികസനം നടക്കും. മരവിച്ചുപോയ വികസനത്തിനും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തിനുമിടയിലും അഞ്ചുരുളിയെ വ്യത്യസ്തമാക്കുന്നത് മുനമ്പിന്റെ വശ്യതയും ആദിവാസി ഗോത്രങ്ങളുടെ സാംസ്കാരിക പൈതൃക സമ്പത്തുമാണ്. ദുർഘടമായ വഴികൾ പിന്നിട്ട് മുനമ്പിലെത്തുമ്പോൾ പിന്നിട്ട ദൂരം ഉള്ളിൽ നിന്ന് മാഞ്ഞു പോകും. ആ സൗന്ദര്യത്തിൽ നാം മതിമറക്കും. പ്രകൃതിയൊരുക്കുന്ന നിശബ്ദതയിൽ ഇളം കാറ്റിന്റെ കൈപിടിച്ച് മുനമ്പിൽ ചെലവഴിക്കുന്ന നിമിഷങ്ങൾ വർണ്ണിക്കാനാവാത്തതാണ്. പുറം ലോകത്തെ തിരക്കുകളിൽ നിന്നും മാറി അങ്ങകലെ തങ്ങളുടെ സാംസ്കാരിക തനിമയിൽ ജീവിക്കുന്ന ഒരു പറ്റം മനുഷ്യരുണ്ട്. ആചാരങ്ങളുടെയും ഗോത്രഭാഷയുടെയും തനിമ ഒട്ടും ചോരാതെ കാത്തു സൂക്ഷിക്കുന്ന മന്നാൻ ആദിവാസി സമൂഹം. അഞ്ചുരുളിയുമായി അഭേദ്യമായി ചേർന്നു കിടക്കുന്ന ജീവിതമാണ് മന്നാക്കുടിയുടേത്. ഒരു കാലത്ത് തടാകത്തിൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി ഇവർക്ക് മാത്രം സ്വന്തമായിരുന്നു. ഇന്ന് പ്രദേശവാസികൾക്കും ഈ വരുമാനമാർഗം ഉപയോഗിക്കാം. മത്സ്യബന്ധനവും കൃഷിയുമാണ് മന്നാക്കുടിയുടെ പ്രധാന വരുമാന മാർഗങ്ങൾ. കൂടാതെ വനത്തിലെ പ്രകൃതി വിഭവങ്ങളും ഇവർക്ക് സ്വന്തം. എൻ്റെ പേര് ബിജു ബാബു, ഇവിടുത്തെ ഊരുമൂപ്പനാണ്. ഇത് രാജു ആനക്കാടെന്നറിയപ്പെടും. ഇവിടുത്തെ കാണിക്കാരനാണ്. അവരിവിടെ പൂർവികരാണ്. ഇവർ പിൻതലമുറയാണ്. ഞാനിവിടെ താമസം വന്ന് തുടങ്ങുന്നത് അച്ഛൻ്റെ അമ്മ അവരാണ് ഇവിടെ ആദ്യം വരുന്നത്. അവർ വരുന്നത് ഏതാണ്ട് ഒരു 65-70 സമയങ്ങളിലാണ്. അപ്പോൾ അവർ വന്ന് ഒരമ്മയും 9 മക്കളും ഇവിടെ വരുന്നു. അവരുടെ പിൻതലമുറയാണ് ഞങ്ങളിപ്പോൾ. സത്യം പറയുന്നത് ഞങ്ങൾ 3ാം തലമുറയാണ് ഈ കുടിയിൽ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 50-55 വർഷത്തോളമായിട്ടുണ്ട്. 65-70 വെച്ച് കുടിക്കുമ്പോൾ ഒരു 50-55 വർഷക്കാലമായി. അപ്പം അന്നെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ അന്ന് ഇത് വെറും കാട് മാത്രമേ ഉള്ളൂ. ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. ഇവിടെ കുറച്ച് കൈവശഭൂമി എന്ന് പറയാനായിട്ട് അന്നിവിടെ ഈ കാട്ടിൽ എൻ്റെ ഓർമ്മ ഇവിടെ ഉള്ളത് ആകപ്പാടെ 2 കാടുകാർ മാത്രമേ ഉള്ളൂ. അവർക്ക് അന്ന് ഇവിടെ പണിക്കായിട്ട് ഇവിടെ വന്നതാണ്. ഒരു അമ്മയും 9 മക്കളും.
അപ്പോൾ അവർ വന്നു. പിന്നെ പിൽക്കാലത്താണ് ഇതൊരു സെറ്റിൽമെൻറ്റായിട്ട് മാറുന്നത്. ഏതാണ്ട് ഒരു 90 തുടങ്ങിയാണ് ഇവിടെ ഇത് സെറ്റിൽമെൻ്റ് ആവുന്നത്. അപ്പോൾ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെ പണിതുകൊണ്ടിരുന്ന എൻ്റെ ഓർമ്മയുള്ള പാലക്കാട് അപ്പൻചേട്ടൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇവിടുന്ന് വിറ്റുപോയപ്പോൾ പുള്ളി അന്നത്തെ പോർഷുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇവിടെ 2 ഏക്കർ സ്ഥലം മേടിച്ച് തരികയും അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പിന്നെ 94 നായനാർ സർക്കാർ വന്ന സമയത്ത് ഇപ്പോൾ ഈ കാണുന്ന ഈ സ്ഥലമെല്ലാം ഞങ്ങൾ അന്ന് കയ്യേറിയതാണ്. അപ്പം അന്നൊരു ഇറക്കഭീഷണി ഉണ്ടായെങ്കിൽ പോലും അന്നത്തെ മുഖ്യമന്ത്രി ഇരുന്ന ആ സമയത്ത് ഞങ്ങളിവിടെ തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു സെറ്റിൽമെൻറ്റ് അങ്ങനെ ഉണ്ടായതാണ്. അപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ആനയും അതുപോലെ ഭയങ്കരമായിട്ട് ആന കയറുന്നൊരു സമയങ്ങളായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങൾക്ക് വേറെ പോകാൻ മാർഗ്ഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത്രയും ആൾക്കാർ ഇവിടെ തന്നെ നിൽക്കുകയും പിന്നീട് പിൽക്കാലത്ത് ഈ 96 സമയങ്ങളിൽ മറ്റേ ഇവിടെ അടുത്ത് തന്നെ വാഴ വരുന്നൊരു സെറ്റിൽമെൻ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അവർ താമസിക്കാനായിട്ട് അവർ ഇതുപോലെ തന്നെ ഇടുങ്ങി താമസിക്കുന്ന ഒരു മേഖലയായിരുന്നത്. അപ്പോൾ അവിടെയുള്ള കുറച്ച് ആൾക്കാരും കൂടി ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടാണ് നമ്മൾ ഇതൊരു കോളനിയാക്കി തന്നെ രൂപീകരിച്ചെടുക്കുന്നത്. പിന്നീടാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഏതാണ്ടൊരു 90 വരെ ഈ പഞ്ചായത്തിൽ ഞങ്ങൾ ആരും അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു കോളനി ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആൾക്കാരുണ്ടോ സമുദായം ഉണ്ടെന്ന് പോലും മറ്റുള്ളവർക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ 90 ശേഷമാണ് നമ്മൾ ഈ പഞ്ചായത്തിൽ പോലും ഇവിടെ അറിയാൻ തുടങ്ങിയത് ഇങ്ങനൊരു ആൾക്കാരുണ്ടെന്നുള്ളതിനെ പറ്റി. അപ്പോൾ അതുപോലൊരു ഇടുങ്ങി 4 സൈഡ് ഇടുങ്ങി നമുക്ക് പുറത്ത് പോകാനായിട്ട് നമ്മൾ ടൗണായിട്ട് അല്ലെങ്കിൽ മറ്റ് ആശുപത്രി ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടാൻ ഒരു മാർഗ്ഗവുമില്ല. ഞങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ മലയുടെ പുറകിലോട്ട് ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ കയറ്റം തന്നെ കയറിയെങ്കിൽ മാത്രമേ ഉപജീവനത്തിനകത്ത് പറഞ്ഞാൽ അന്ന് മാർഗ്ഗം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അന്ന് ഞങ്ങൾ ഇവിടെയുള്ള ആൾക്കാരെന്ന് വെച്ചാൽ നമുക്കന്ന് കാട്ടിൽ നിന്നുള്ള വനവിഭവം അതായിരുന്നു ഏറ്റവും ഇവിടെ ഒരു ജീവിത മാർഗ്ഗം എന്ന് പറയാനുണ്ടായിരുന്നുള്ളൂ. പിന്നീടെന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മയുള്ള സമയത്തൊക്കെ ഇവിടുന്ന് പണിക്ക് പോക്കെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള പണിയല്ലാതെ പുറത്ത് പോയുള്ള ഇന്നും അത് ഒരു സിറ്റുവേഷൻ തന്നെയാണ്. പക്ഷേ അന്നത്തെക്കാൾ കുറേയൊക്കെ ഇന്ന് മാറ്റങ്ങളുണ്ട്. വികസനമായി വന്നതിന് ശേഷം 2006 ശേഷം നമുക്ക് വനാവകാശ നിയമം വന്നതോടുകൂടി നമ്മുടെ ജീവിത രീതികൾക്ക് വെച്ചാൽ ടൗണുമായിട്ടുള്ള മറ്റ് സൗകര്യങ്ങളെക്കാട്ടിയൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഈ വഴിക്ക് വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ ഏതാണ്ടൊരു 97 മുതൽ നിയമപോരാട്ടം നടത്തുന്നതാണ്. അപ്പോൾ അതിനിടയ്ക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു കേസുണ്ടായി 48 പേരോളം ഈ കേസിൽ പ്രതികളായിരുന്നു. ഇരിക്കുന്ന രാജേഷ് ഉൾപ്പെടെ ഉള്ളവർ ഈ കേസിൽ പ്രതികളായിരുന്നു. ഒടുവിൽ ആ കേസ് തള്ളിപ്പോയി. പിന്നീട് ലതാ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞൊരു വ്യക്തി അവർ കമ്മീഷനായിട്ട് ഇരിക്കുന്ന സമയത്താണ് അവരിവിടെ നേരിട്ട് വിളിച്ചുകൊണ്ട് വരികയും അങ്ങനെ നമ്മൾ പരാതി കൊടുത്ത് ആ പരാതി തന്നെ 5 വർഷക്കാലം കോടതി കെട്ടിക്കിടക്കുകയുണ്ടായി. അതിനുശേഷം 2013 നമ്മൾ പിന്നെ നേരിട്ട് കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് ആ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്ത് 2013 നമുക്ക് ഈ വഴി SCC കമ്മീഷൻ്റെ കോടതിയിൽ നിന്ന് അനുവദിച്ചായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാനും അന്നിരുന്ന സെറ്റിൽമെൻറ്റ് പ്രസിഡന്റ് മണി എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ട് 4 തവണയോളം ഞങ്ങൾ പോയി നേരിട്ട് പോയി VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാക്കിയ സമയത്താണ് അദ്ദേഹത്തെ പോയി കാണുകയും VS ഉമ്മൻചാണ്ടി സർക്കാർ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പോയി നേരിട്ട് കാണുകയും അപ്പോൾ അതിനുശേഷമാണ് ഇവിടെ SCC കമ്മീഷൻ വീണ്ടും മനോജ് കുമാർ ഇവിടെ വന്ന് ഇവിടുത്തെ സ്ഥിതികൾ വിലയിരുത്തിയാണ്. അപ്പോൾ നമുക്കന്ന് അല്ലെങ്കിൽ അഞ്ചുരുളി കൂടി പോകണം, നിർമ്മലായിക്ക് പോകണം. ഇത് റോഡ് വെട്ടിപ്പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ 1.5 കിലോമീറ്ററിന് മേളിൽ ഒറ്റ കയറ്റമാണ്. ഇവിടുന്ന് ഇപ്പോൾ നമ്മുടെ ഈ വരുന്ന വഴിയുടെ അത്രയും പോലും സൗകര്യം ഇപ്പോൾ ഈ ഒരു മലയ്ക്ക് ഇല്ലെന്നുള്ളതാണ്. പിന്നെ പറഞ്ഞാൽ പിന്നെ അന്നിരുന്ന മെമ്പറിൻ്റെ ഒരു കഴിവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ ഒരു പഞ്ചായത്തുമായിട്ട് തന്നെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്കെന്ന് വെച്ചാൽ ഇപ്പോൾ വില്ലേജിൽ പോകണേലും പഞ്ചായത്തിൽ പോകണേലും ടൗണുമായിട്ട് ബന്ധപ്പെടണേലും നമുക്ക് ഈ ഒരു വഴിയാണ് ഏറ്റവും. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ കാഞ്ചാലോട്ട് നമുക്ക് 7 കിലോമീറ്റർ ഉണ്ട്. കട്ടപ്പനയ്ക്ക് അവിടെ നിന്ന് ഏതാണ്ട് 4-4 കിലോമീറ്റർ, ഏതാണ്ട് 10 കിലോമീറ്ററിന് താഴെ നമുക്ക് പോകാനുള്ള സൗകര്യമുണ്ട്. ഇന്ന് മറ്റെങ്ങും കാണാനാവാത്ത ഒരുപാട് കാഴ്ചകൾ മന്നാക്കുടിയിലുണ്ട്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന മനുഷ്യർ, കെട്ടുപാടുകളില്ലാതെ കളിച്ചു തിമിർക്കുന്ന ബാല്യങ്ങൾ, പിന്നെ ആരും ശ്രദ്ധിക്കാത്ത സമൂഹത്തിന്റെ അരുകുകളിൽ പെട്ടുപോയ യഥാർത്ഥ ഇന്ത്യൻ സാംസ്കാരിക ശേഷിപ്പുകൾ.